ഫ്രണ്ട്സ്, TMA സബ്മിഷനുമായി സംബന്ധിച്ച് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഗുരുകുൽ കോളേജ് ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. നിങ്ങൾ NIOSൽ രജിസ്റ്റർ ചെയ്ത് 5 വർഷത്തിനുള്ളിൽ എപ്പോഴാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ആ ഇയറിൽ TMA സബ്മിറ്റ് ചെയ്താൽ മതിയോ, അതോ നിങ്ങൾ NIOSൽ രജിസ്റ്റർ ചെയ്യുന്ന ആ ഇയറിൽ തന്നെ നിർബന്ധമായും TMA സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ NIOS ഇതിന് ഫൈൻ ഈടാക്കുമോ? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. 2-3 ദിവസമായി ഒരു റോങ് ഇൻഫർമേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനെ സംബന്ധിച്ച് യാതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷനും NIOSന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ NIOSലേക്ക് നേരിട്ട് വിളിച്ച് ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ NIOSൽ രജിസ്റ്റർ ചെയ്ത് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എപ്പോഴാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് നിങ്ങൾ TMA സബ്മിറ്റ് ചെയ്യാനുള്ളത്. അല്ലാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇയറിൽ നിർബന്ധമായും നിങ്ങൾ TMA സബ്മിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇല്ലെങ്കിൽ NIOS യാതൊരു തരത്തിലുള്ള ഫൈന് ഈടാക്കുന്നതുമല്ല. NIOSനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഗുരുകുൽ കോളേജ്.